തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICU യൂണിറ്റിൽ തീപിടുത്തം ഉണ്ടായി. അതിൽ 5 പേര് മരണപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇത് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് മൂലം സംഭവിച്ചതാണ് എന്നൊക്കെ പറയുന്നെങ്കിലും 5 പേരിലെ 32 വയസ്സുള്ള സതീഷ് അയാളുടെ വെന്റിലേറ്ററിലെ ICU യൂണിറ്റിൻ്റെ അവിടെ ആണ് തീപിടുത്തം ആദ്യം ഉണ്ടായത്. ആ മുറിയിലുണ്ടായിരുന്ന വെന്റിലേറ്ററിൽ കിടന്ന മറ്റ് 4 പേരും ഇയാളോടൊപ്പം മരണപ്പെട്ടു എന്നാണ് വരുന്നത്. സതീഷ് എന്നയാൾ നെയ്യാറ്റിൻകരക്കാരനാണ്. ആ താലൂക്കിലുള്ള ആൾ 38 വയസ്സേ ഉള്ളൂ. അയാളുടെ വെന്റിലേറ്ററിൻ്റെ അവിടെ ഓക്സിജൻ്റെ അവിടെ ചില ജീവൻ രക്ഷാ ഉപകരണം ഘടിപ്പിച്ച ആ സ്ഥലത്ത് അല്പം ലീക്കുണ്ട്, പ്രശ്നമുണ്ട് എന്നൊക്കെ പല പരാതികളും പറഞ്ഞെങ്കിലും അതൊന്നും സമയത്ത് ആരും കറക്റ്റ് ചെയ്തിട്ടില്ല. പിന്നീടാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ഓക്സിജൻ സപ്ലൈ ഉള്ള സ്ഥലമാണ്, പെട്ടെന്ന് അവിടെ തീപിടുത്തം ഉണ്ടാകും. കാരണം ഓക്സിജൻ സപ്ലൈക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പെട്ടെന്ന് ഓക്സിജൻ സപ്ലൈ ധാരാളം അവിടെ വരുന്നതുകൊണ്ട് തീ ആളിപ്പത്തും, കത്തും. അവരുടെ വെന്റിലേറ്ററിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് വളരെ മോശം കണ്ടീഷനിൽ കിടക്കുന്ന ഒരാളാണ്. അതേ രീതിയിൽ കിടക്കുന്ന 2-3 കൃഷ്ണൻകുട്ടി എന്നൊരാളും മരണപ്പെട്ടിട്ടുണ്ട്. അയാളും അവർ 3 പേര് ഏകദേശം വെന്റിലേറ്ററിൽ വളരെ മോശം കണ്ടീഷനിലാണ് ആയിരുന്നു എന്നൊക്കെ തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്തായാലും 2 പേര് വെന്റിലേറ്ററിൽ കിടക്കുന്നവർ കഞ്ഞി കുടിക്കാൻ തുടങ്ങി. അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ആ 2 പേരും അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതെന്ന് 100% ഗ്യാരണ്ടി ഉണ്ട്. കാരണം അവർ വളരെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തു. വെന്റിലേറ്ററിലാണെങ്കിലും അവർ ഇമ്പ്രൂവ് ചെയ്തു. അവർ ആഹാരം കഴിക്കാൻ തുടങ്ങി, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. അങ്ങനെയുള്ളവരും 2 പേര് മരണപ്പെട്ടു എന്നാണ് വരുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അധികൃതരുടെ നെഗ്ലിജൻസ് തന്നെയാണ് മരണകാരണമെന്നാണ് ഇപ്പം വാർത്തകൾ വരുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിച്ച ഒരു കേസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് ഡോക്ടറെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ അല്ലെ ടെക്നീഷ്യൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് അന്വേഷിക്കണം. 5 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട് നമ്മൾ കേരളത്തിൽ ഇതുപോലെയുള്ള വാർത്തകൾ വളരെ ചുരുക്കത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും നമ്മൾ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ അത് പരിഹരിക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നു, അതൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നു പറയുമെങ്കിലും നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ 5 പേരുടെ മരണത്തിൻ്റെ കാരണം മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്ന് വരുന്നുണ്ട്. ഏതായാലും അതേപ്പറ്റി ഒരു അന്വേഷണം അടിയന്തരമായിട്ടും നടത്തണം. കാരണം മെഡിക്കൽ വകുപ്പിൻ്റെ മേധാവിയുടെ ഉത്തരവാദിത്തക്കുറവ് ആയിരിക്കണം ഇതിനകത്തൊരു കാരണം. അവിടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള സാമ്പത്തിക ബാധ്യത ഗവൺമെൻറ്റിന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ചെയ്തില്ല. പക്ഷേ ജീവൻ മരണ പോരാട്ടത്തിന് ഇടയ്ക്ക് സാമ്പത്തിക ബാധ്യത ഒന്നും അല്ല ഗവൺമെൻറ് നോക്കുന്നത്. കൃത്യമായി എന്ത് സാധനം എമർജൻസി വാങ്ങിക്കാം. അതേസമയത്ത് നമുക്കറിയാമല്ലോ 1-2 ഡോക്ടർമാർ അവർക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഉപകരണങ്ങളും ആവശ്യമുള്ള മരുന്നുകളും ലഭ്യമാക്കാതെ വന്ന് അതേപ്പറ്റി വിമർശിച്ച് അവരുടെ പേരിൽ നടപടിയെടുക്കാനൊക്കെ തുടങ്ങിയ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും ഒക്കെ ഉള്ള അവരുടെ പ്രസ് കോൺഫറൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും അല്ല ഇതിൽ പ്രതി. എത്ര ആയാലും ശരി, എമർജൻസി ഇതുപോലുള്ള കേസ് സർക്കാരിന് എന്ത് നഷ്ടമുണ്ടായാലും ശരി, അങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ അത് ഗവൺമെൻറ് എമർജൻസി ആയിട്ട് ഫണ്ട് അലോട്ട് ചെയ്ത് ആ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് മാത്രമല്ല മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇതുപോലെ സിറ്റുവേഷനുണ്ട്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ, എമർജൻസി സാധനങ്ങൾ, ഉപകരണങ്ങൾ, മരുന്നുകൾ എത്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അത് മെഡിക്കൽ വകുപ്പിൻ്റെ തീർച്ചയായിട്ടും ഒരു ഫെയിലിയർ തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായി 2 പേരെ രക്ഷപ്പെട്ട് അവരുടെ ബന്ധുക്കളോടൊപ്പം വീണ്ടും വളരെ അധികം കാലം അവർക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. 3 പേരിൽ ഒരാളിൽ മാത്രമേ ക്രിട്ടിക്കലായിട്ടുള്ള സതീഷിൻ്റെ കാര്യം ക്രിട്ടിക്കലായിരുന്നു എന്ന് പറഞ്ഞു. അതേസമയത്ത് മറ്റു 2 പേര് അവരെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അത് മെഡിക്കൽ വകുപ്പിൻ്റെ നെഗ്ലിജൻസും മെഡിക്കൽ വകുപ്പിൻ്റെ വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെയുള്ള അത് അടിയന്തരമായ പ്രാധാന്യത്തോടെ ഫണ്ടില്ലെങ്കിലും ഫണ്ടൊപ്പിച്ച് കൊടുക്കാനുള്ള എമർജൻസി ഫണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെയും പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ ഉണ്ടാകണം. കാരണം ഏറ്റവും അടിയന്തരമായി വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് അവിടുത്തെ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ അത് അതേ സെക്കൻഡിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഈ സതീഷിൻ്റെ
അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്ററിലെ ആ ഉപകരണത്തിന് ഓക്സിജൻ ഘടിപ്പിക്കുന്നിടത്ത് അല്പം ലീക്ക് ഉണ്ടായിരുന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നും അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ആ ഡോക്ടർമാരുടെ കൈവശത്തു നിന്നുണ്ടായ പാകപ്പിഴ അല്ലെങ്കിൽ വീഴ്ചകൾ കൊണ്ടാണ് 2-3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ 2 പേരുടെ അവർ ജീവിതത്തേക്ക് മടങ്ങി വന്ന 2 പേരും മരണപ്പെട്ടു പോയിരിക്കുന്നു. 5 പേരെ ഈ മരിച്ചത് ഈ രീതിയിലുള്ള നെഗ്ലിജൻസ്, റാഷ് ആൻഡ് നെഗ്ലിജൻസ് കൊണ്ടാണ്. അതേ കൃത്യസമയത്ത് ആശുപത്രിയിൽ വേണ്ട സർജിക്കൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ വെന്റിലേറ്ററിന് ആവശ്യമായ അവിടുത്തെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ കുറവ് കൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാൻ സമയത്ത് കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് 5 പേരും മരിച്ചതെന്നാണ് വരുന്ന വാർത്തകൾ.